എൻ്റെ പേര് നിനുമോൾ ജേക്കബ്. ഞാൻ വെള്ളികുളം ഇടവകയിൽ നിന്ന് വരുന്നു. പാലാരൂപതയിലാണ്. ഞാനിപ്പോൾ ലണ്ടനിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ 2017 പാസ് ഔട്ട് ആയതിനു ശേഷം ഒരു 3 വർഷത്തോളം പുറത്തേക്ക് പോകുന്നതിനായിട്ട് OET പോലത്തുള്ള എക്സാമുകൾ എഴുതിയെങ്കിലും എനിക്ക് അതിൽ റിക്വയർഡ് സ്കോറൊന്നും ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ 2023 എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ട് ഞാനിവിടെ കൃപാസനത്തിൽ വരികയും പരിശുദ്ധ അമ്മേനെക്കുറിച്ച് അറിയുവാനായിട്ട് ഇടയാവുകയും ചെയ്തു. അങ്ങനെ ഞാൻ 29/1/2023 ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ലണ്ടനിൽ നിന്നും ഡയറക്റ്റ് ഒരു ഹോസ്പിറ്റൽ റിക്രൂട്ട്മെൻറ്റ് വഴിയായിട്ട് എനിക്ക് ജോലി ലഭിച്ചു. ആ ജോലി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാൻ പറ്റും, ലണ്ടനിൽ താമസിക്കാമെന്ന് പറഞ്ഞാൽ ഒരു മാസം നമ്മൾ താമസിക്കണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയിലേറെ നമുക്കൊരു ഹോം റെൻറ്റ് വരുന്ന സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും അതുപോലെ തന്നെ ഉപ്പും തൈലവും ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കവിടെ 6 മാസത്തോളം ഫ്രീ ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ലഭിച്ചു. അതും ബ്രാൻഡ് ന്യൂ ആയിട്ട് ഒരു ന്യൂലി ഫേർണിഷ്ഡ് ഹോമിൽ. ഞാൻ ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നതും വർക്ക് ചെയ്യുന്നതും. അതിനുശേഷം അവിടെ നമുക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഒരു ലൈസൻസ് എക്സാം ആവശ്യമായിട്ടുണ്ട്. അതിന് നമുക്കൊരു പിൻ റിക്വയർഡാണ്. അതിന് OSCE എന്നാണ് പറയുന്നത്. 2 എക്സാമുണ്ട്, CBT ആൻഡ് OSCE. ബോത്ത് എക്സാംസ് എന്ന് പറയുന്നത് എനിക്കറിയാം, നേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അത് ഏറ്റവും ടഫാണ്. അത് ഓൾമോസ്റ്റ് ഒരു 10 സ്റ്റേഷൻസോളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. അതിനുശേഷം ഞാൻ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം വെച്ചിട്ടും അതുപോലൊക്കെ ഉപ്പും തൈലവും ഒക്കെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്ത് പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ മുട്ടുകുത്തി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് തിരിയിൽ പരിശുദ്ധ അമ്മയുടെ രൂപം തെളിഞ്ഞു വന്നു. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം എക്സാമിന് പോയി. അങ്ങനെ ഞാൻ ആ 10 സ്റ്റേഷൻസും വെരി ഫസ്റ്റ് ടൈം ഞാൻ ക്ലിയർ ചെയ്തു. സാധാരണ ആൾക്കാർക്കൊക്കെ അതിങ്ങനെ റിപ്പീറ്റഡായിട്ട് ഒത്തിരി തവണ വരാറുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ എനിക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്കത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം എൻ്റെ മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്, എനിക്കൊരു 10 വർഷത്തിലേറെയായിട്ട് പോപ്കോൺ ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതായത് തൊണ്ടയിൽ പോപ്കോൺ പോലെ ഇങ്ങനെ ഒരു ബൾജ് പോലെ ഇങ്ങനെ ഉണ്ടായി വരും. അത് പോയതിന് ശേഷം അവിടെ ഇങ്ങനെ ഒരു ഹോള് പോലെ കാണപ്പെടും. അപ്പോൾ അതിങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഫുഡ് കഴിക്കുവാനൊന്നും അങ്ങനെ സാധിച്ചിരുന്നില്ല. ഈവൻ ദോ വെള്ളം കുടിക്കുമ്പോൾ പോലും ചെറിയ രീതിയിൽ പെയിൻ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് 2ാമത്തെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് അത്ഭുതകരമായിട്ട് എനിക്കതിൽ നിന്നും രോഗശാന്തി ലഭിച്ചു. അതുപോലൊക്കെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ പോകുന്നതിന് മുൻപായിട്ട് ഇവിടെ ഒരു 6 മാസത്തോളം എല്ലാ ഞായറാഴ്ചകളിലും ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ ഞാനും എൻ്റെ പപ്പയും കൂടെ ഞങ്ങൾ എല്ലാ സൺഡേസിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് അവിടുത്തെ രോഗികളെ പോയി സന്ദർശിച്ച് അവർക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. അതുപോലൊക്കെ തന്നെ അവിടെയാണെങ്കിലും ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫുഡ് സപ്ലൈ ചെയ്യാൻ, അതുപോലൊക്കെ കൃപാസനം ഇവൻറ്റും അവിടെ ബ്രിട്ടീഷ് ആയിട്ടുള്ള സിറ്റിസൺസാണ്. അവർക്ക് വലിയ ദൈവവിശ്വാസവും അങ്ങനെ മരീഭക്തി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടുത്തെ ഇംഗ്ലീഷ്, എൻ്റെ അടുത്തൊരു 1 കിലോമീറ്ററിൽ അധികം ദൂരമുണ്ട് പള്ളിയിൽ പോകാനായിട്ട്. അപ്പോൾ സാധിക്കുന്ന എല്ലാ ദിവസവും തന്നെയും ചില സമയത്ത് ബസ്സൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ രാവിലെ എണീറ്റ്, തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഞാൻ രാവിലെ എണീറ്റ് 1 കിലോമീറ്ററോളം നടന്ന് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അതൊരു ഇംഗ്ലീഷ് ചർച്ചാണ്. അപ്പോൾ അതിനുശേഷം അവിടുത്തെ മിനിസ്ട്രിയിൽ ഒത്തിരി ബ്രിട്ടീഷ് ലേഡീസ് ഉണ്ടാവും. അപ്പോൾ അവരോട് ഇങ്ങനെ ഇവിടെ ഒരു കൃപാസനമുണ്ടെന്നും ഇവിടെ കൃപാസന മാതാവുണ്ട്, ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്നും അതിൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ അവരെ ഇങ്ങനെ കാട്ടിക്കൊടുക്കും. അതുപോലെ അവർക്കും അങ്ങനെ ഉടമ്പടി എടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ അനേകരോട് ഞാനിങ്ങനെ പറയാറുണ്ട്. അതുപോലൊക്കെ തന്നെ ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരിലേക്കും ഉടമ്പടി എടുക്കുന്നതിനും പരിശുദ്ധ അമ്മ എന്താണെന്നുള്ളതും കൃപാസനം എന്താണെന്നുള്ളതുമെല്ലാം ഞാൻ ആൾക്കാരോട് പറയാറുണ്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് ഒരുപാട് നന്ദി പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നീനുമോൾ ജേക്കബ് പാല തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു.
ഉടമ്പടി ജീവിതത്തോട് ചേർന്നുകൊണ്ടും തൻ്റെ ജീവിതത്തെ പരിശുദ്ധ അമ്മയോട് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ടും ഉള്ള ജീവിതമാണ് ഈ മകളുടേത്. ലണ്ടനിൽ നല്ലൊരു സാലറി കൂടി ജോലി ലഭിക്കുകയും എന്നാൽ അതിനു മുമ്പായിട്ട് 6 മാസത്തോളം അവിടെ ജീവിക്കുക എന്ന് പറയുന്നത് കുറേയധികം സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ 6 മാസത്തോളം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുവാനും തുടർന്ന് ജോലിയിൽ പങ്കെടുക്കുവാനൊക്കെ സാധിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ തനിക്ക് കിട്ടിയ രോഗസൗഖ്യവും 10 വർഷത്തോളം ഈ രോഗത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നടക്കുകയും എന്നാൽ അത് ഉടമ്പടി നേർച്ച വസ്തുക്കളോട് ചേർന്നുകൊണ്ടും പൂർണ്ണമായിട്ടും ആ ഒരു തൊണ്ടയിലുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടിനെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെ അത് മാറ്റിയെടുക്കുവാനൊക്കെ സാധിക്കുകയും ചെയ്തത് പൂർണ്ണമായിട്ടുള്ള പരിശുദ്ധ അമ്മയിലൂടെയുള്ള ആശ്രയം തന്നെയാണ്. പരിശുദ്ധ അതുപോലെ തന്നെ അവിടെയൊക്കെ ലൈസൻസ് ലഭിക്കേണ്ട 2 എക്സാം കൂടി ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് സക്സസ്ഫുള്ളായിട്ട് പാസ്സാകുവാനൊക്കെ സാധിക്കുകയും ചെയ്തത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള തൻ്റെ ഈ ജീവിതം തന്നെയാണ്. പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തികളായിട്ടും കാരണപ്രവൃത്തികളായിട്ടും ഉടമ്പടിയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചുമൊക്കെ ചുറ്റുമുള്ളവരോടൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കുന്നത് അനുഭവിച്ച ദൈവിക അനുഭവത്തിൻ്റെ പ്രചോദനത്താൽ നിന്ന് തന്നെയാണ്. പരിശുദ്ധ അമ്മയെ അറിയുവാനും പരിശുദ്ധ മേഖലയിലേക്ക് പറഞ്ഞു കൊടുക്കുവാനൊക്കെ സാധിക്കുകയും ചെയ്തത് ഉടമ്പടി ജീവിതത്തോടുള്ള ചേർന്നുള്ള ജീവിതം തന്നെയാണ്. പൂർണ്ണമായിട്ടും ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നന്ദിയോടെ നമുക്ക് ഈ മകളെ ഓർക്കാം. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഈ മകളെയും ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ എല്ലാവിധമായ ആവശ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.